ഒരു ചുണ്ടക്കായ എന്ന് പറഞ്ഞിട്ട് എന്തോ ഒരു കായ് വറക്കുന്നുണ്ട് കേട്ടോ. ഹലോ, അസ്സാം വലൈക്കും. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നിതാ നമ്മൾ വയനാട് എൻ്റെ വീട്ടിലാണെന്ന് എല്ലാവരും ഇപ്പം വീഡിയോ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. അപ്പം നമ്മളിതാ വീടിൻ്റെ തൊട്ടടുത്ത് റിസോർട്ട് ഉണ്ടെന്ന് പറഞ്ഞിട്ടില്ലേ, അപ്പോൾ ആ റിസോർട്ടിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ വിട്ടു തരാം. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമുക്കൊരു കായ കിട്ടീന് കേട്ടോ. വയനാട് സ്പെഷ്യൽ ചുണ്ടക്കായാണ് കേട്ടോ. ആ ചുണ്ടക്കായ വയനാട്ടിലുള്ളവർക്കൊക്കെ അറിയാൻ പറ്റും, ഒരു കൊണ്ടാട്ടമാണ് കേട്ടോ. അത് നല്ലോണം എന്താ പറയുക, ഇതേപോലെ മുള്ളുള്ളൊരു ചെടിയാണ്. അതിന് പറിച്ചതിന് ശേഷം അതിൻ്റെ കൊമ്പൊക്കെ ഉണ്ടാവും, അതൊക്കെ മാറ്റിയതിന് ശേഷം പിന്നെ നമ്മൾ ഒരുപാട് പണിയുണ്ട്. അത് നമുക്ക് വീഡിയോയിൽ ബാക്കി കാണാം കേട്ടോ. അപ്പോൾ ഇതാ ഞാനും ഉമ്മയും കൂടി പറിക്കുകയാണ്. നല്ല രസം കേട്ടോ. അത് ചോറിൻ്റെ കൂടെ മുളക് പൊരിച്ചത്, ഇതൊക്കെ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ കേട്ടോ. അപ്പം ഞാൻ ഇതങ്ങനെ കണ്ടപ്പോൾ ഉമ്മ പറഞ്ഞു നമുക്ക് പറിക്കാമെന്ന്. അങ്ങനെ പറിച്ചുകൊണ്ടിരിക്കുകയാണ്. മാക്സിമം പറിക്കും, കുറച്ചങ്ങോട്ട് കൊണ്ടുപോകണം കേട്ടോ. അപ്പോൾ ഹലോ ഗൈസ്, അപ്പം നേരത്തെ പോയി നമ്മൾ റിസോർട്ടിൽ നിന്ന് പറിച്ചു കൊണ്ടുവന്ന എന്താ സാധനം, എന്താ ചുണ്ടക്കായ. ഇപ്പോൾ ഇതാണ് എനിക്ക് ആകെ അറിയണ വടുവാന്നാണ്. അപ്പോൾ ഇവരിത് കുറേ പ്രോസസ്സ് കഴിഞ്ഞിട്ട് വടുവാക്കും നമ്മൾ ഫുഡിനൊപ്പം കഴിക്കാൻ വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ അത് കുറേ നമ്മൾ റിസോർട്ടിൽ നിന്ന് പറിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ എന്താ പറയുക കേൾക്കും എന്നിട്ട് അപ്പം മറ്റേ വള്ളിയിൽ നിന്ന് നമ്മളത് സെപ്പറേറ്റ് ചെയ്യണം. ആ കുരു ഇതാ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും. അപ്പം ഉമ്മച്ചിയും മേമിയും അത് സെപ്പറേറ്റ് ചെയ്യണ പണിയാണ്. ഉമ്മച്ചി കടുത്ത് നോക്കി ചിരിക്കി അങ്ങനെ എന്താ ഉമ്മയും അനിയത്തിയും കൂടി അത് കൊമ്പൊക്കെ മാറ്റി നല്ല വൃത്തിയാക്കി കഴിക്കാൻ ശേഷം അതാ ഒരു വലിയൊരു കുടുക്കയിൽ വെള്ളത്തിലിട്ടിട്ട് വേവിക്കാൻ കേട്ടോ. നല്ലോണം വേവിക്കാൻ കേട്ടത്. അപ്പോൾ ഇതാ ഞാൻ രാവിലെ നീച്ചപ്പോൾക്ക് ഉമ്മ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ എടുത്ത് പൊന്തിച്ചപ്പോൾക്ക് എൻ്റെ നിന്ന് 2-3 എണ്ണം പുറത്ത് പോയിട്ടുണ്ട്. അപ്പോൾ ഇത് വന്നിട്ടില്ല കേട്ടോ. പിന്നെ 2-3 മണിക്കൂർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അത് അടുപ്പത്ത് വീണ്ടും വെച്ചിട്ടുണ്ട്. പിന്നെ കുറേ കഴിഞ്ഞാൽ ഞങ്ങൾ ചായ കുടിച്ചതിന് ശേഷം പിന്നെ അമ്മ പോയി വെന്തെന്ന് പറഞ്ഞിട്ട് പിന്നെ അത് ഒരു ഓട്ടപാത്രം അതിലേക്ക് ഊറ്റിയിട്ടുണ്ട് കേട്ടോ. നല്ല വെന്തിട്ടുണ്ട്. ഇങ്ങനെ നെക്കി പിടിക്കുമ്പോൾ നല്ലോണം കേട്ടോ ഉടഞ്ഞ് വരുന്ന കേട്ടോ. ആ പരിവാണ് കേട്ടോ. ഇത് വെന്താൽ നല്ല ഇതാണ് ഇതിൻ്റെ ശരിയായ ഒരു കണക്ക് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇത് വെന്തതിന് ശേഷം നമുക്ക് അതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് കാണാം. അപ്പോൾ ഇത് നല്ല കാന്താരി മുളകാണ് കേട്ടോ. ഇത് ഉണക്കിയതാണ്, ഞങ്ങളെ കയ്യിൽ അതുള്ളത്. അപ്പോൾ അതെടുത്ത് പിന്നെ ഒരു 3 സ്പൂണ് പെരിഞ്ചീരകം എടുത്തിട്ടുണ്ട്. പിന്നെ വെളുത്തുള്ളി, പിന്നെ അരി വറുത്ത് പൊടിച്ച് വെച്ചതാണ് കേട്ടോ. അപ്പോൾ ആദ്യം അരി ഞാനാണ് കേട്ടോ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. മക്കളുടെ കാണുന്നത്. അപ്പോൾ ഞാൻ അരി പൊടിച്ചാണ് കേട്ടോ. അരി പൊടിച്ച് പിന്നെ കാന്താരി മുളക് ഉണക്കിയത് കാരണം ഞാനത് പൊടിച്ചാണ് കേട്ടോ. അത് പൊടിച്ച് പിന്നെ ഞാൻ ഈ വടുവ വെന്തത് ഞാൻ വേറെ ജാറിലിട്ടിട്ട് അരക്കുമ്പം അതിൻ്റെ കൂടെ ഞാൻ പച്ചമുളക് പിന്നെന്താ പറയുക വെളുത്തുള്ളി ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് ഇത് ഉണ്ടാക്കേണ്ട, ഇതിലേക്ക് ചേർക്കേണ്ട ഇൻഗ്രീഡിയൻസ് ചേർത്ത് ചെയ്യേണ്ടത് കേട്ടോ. അങ്ങനെ ഇത് മുഴുവനായിട്ട് അരച്ചിട്ടുണ്ട്. അരി വറുത്തത് ഈ ഒരു പാത്രത്തിന് കണക്കാക്കിയിട്ട് ഞാനിതാ പൊടിച്ചിട്ടുണ്ട് കേട്ടോ. നിറച്ചില്ല കേട്ടോ. ഇതിൻ്റെ പകുതി 3/4 ഭാഗമുണ്ട് കേട്ടോ. ഞാൻ കണക്കൊന്നും അളവൊന്നും നോക്കിയിട്ടില്ല. അപ്പോൾ അതുണ്ട്. പിന്നെ ജീരകം വെളുത്തുള്ളി കാന്താരി മുളക് അപ്പോൾ ഞാൻ കുറേശ്ശെ അരച്ചൊരു പാത്രത്തിലേക്ക് മാറ്റിയാണ് കേട്ടോ. അങ്ങനെ കുറേശ്ശെ ഞാൻ കോരി ജാറിലിട്ടിട്ട് നല്ലോണം അരക്കുകയാണ്. അപ്പോൾ ഇത് വയനാട്ടിലുള്ളവർക്ക് ഇത് പ്രത്യേക ഒരു എന്താ പറയുക, ഇത് വേണം ചോറൊക്കെ കഴിക്കുമ്പോഴേക്ക് കേട്ടോ. നമ്മൾ നാട്ടിൽ കൊണ്ടുപോയിട്ട് മലപ്പുറത്തൊന്നും ഇതില്ല കേട്ടോ. വയനാട്ടുകാർക്ക് ഇതൊരു മെയിനായിട്ടുള്ളതാണ് ഈ ഭക്ഷണത്തിന്. ഇതൊക്കെ ഉണ്ടാക്കുക എന്ന് പറയുമ്പോൾ വടുവ, ഉണക്കമുളക്, അതേമാതിരി തുറമാങ്ങ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ ഇത് ഉണ്ടാക്കി അരച്ചെടുത്ത് പാത്രത്തിലേക്ക് ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇത് നമ്മൾ കൊണ്ടോട്ടിയൊന്നും ഇങ്ങനെയുള്ള മരങ്ങൾ കാണാറില്ല കേട്ടോ. ഇത് വയനാട്ടിൽ മാത്രം ഞാൻ കാണല്. ഇനി എന്താ അറിയില്ല, ഞാൻ കാണാനിട്ടാണോ എന്നറിയില്ല, അതവിടെ കണ്ടിട്ടില്ല. വയനാട്ടിലൊക്കെ ഇത് കണ്ടാൽ ആരും ഇത് ഒഴിവാക്കില്ല. നല്ല വിലയാണ് കേട്ടോ. അധികം ആരും കൊടുക്കില്ല കേട്ടോ. അഥവാ ആരെങ്കിലും ചോദിച്ചാൽ ഒരു 4, 5, 6 കൊടുക്കുള്ളൂ. കാരണം ഇത് ഒരുപാട് കാലങ്ങൾ വരെ വെക്കാൻ പറ്റിയൊരു ഇൻഗ്രീഡിയൻ്റ് ആണ് കേട്ടോ.
അപ്പോൾ ഇതാ കൊണ്ടാട്ടമാണ്. അപ്പോൾ ഇതാ ഇത് അരിപ്പൊടി ഇട്ട് ഇതാ ഒക്കെ മിക്സ് ചെയ്യാൻ കേട്ടോ. മൊത്തം ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ അരിപ്പൊടി ഇട്ട് നല്ലോണം ഒന്ന് ഇളക്കിയോ ഫുള്ളായിട്ടൊന്ന് മിക്സ് ചെയ്യാൻ കേട്ടോ. ഇതാ അങ്ങനെ ഇതെല്ലാം മിക്സാക്കി ഞാനിങ്ങനെ കുറേശ്ശായിട്ട് ഉരുളകളാക്കി ഇങ്ങനെ ഒരു പാത്രത്തിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഉമ്മയുണ്ട് കേട്ടോ കൂടെ. ഞങ്ങൾ രണ്ടാളും കൂടിയാണിത്. ഇതൊക്കെ റെഡിയാക്കി വന്നപ്പോൾക്ക് ഉച്ചക്ക് 12 മണിയായിരുന്നു കേട്ടോ. ഇതൊരു 3 ദിവസം 4 ദിവസം വെയിലത്ത് വെച്ച് ഉണക്കണം കേട്ടോ. എന്നാലാണ് ഇത് സൂക്ഷിക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഇത് കേടായി പോകും, പൂപ്പൽ വരും കേട്ടോ. അപ്പോൾ നല്ലോണം ഉണങ്ങണം കേട്ടോ. അപ്പോൾ ഉമ്മി ഞാനിങ്ങനെ ഇതാ നല്ലോണം എന്താ പറയുക ഉരുളകളാക്കി ഓരോ പാത്രത്തിലാക്കി ഇങ്ങനെ മാറ്റി വെച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഉമ്മ വെയിലാണ് ഇത് വെയിലത്ത് വെക്കണ്ടേന്ന് പറഞ്ഞ് ഇങ്ങനെ ഓരോ അഭിപ്രായം പറയുകയാണ്. അപ്പോൾ ഞാനവിടെ ഒരു വീതിയുള്ള പലക നമുക്ക് താഴത്ത് വെച്ചാൽ പോരെ ചോദിച്ചപ്പോൾ ഉമ്മ താഴത്ത് വെക്കണ്ട, വാർപ്പിൻ്റെ മുകളിൽ വെക്കുക, എന്നാൽ പൂച്ചൊന്നും കയറില്ല എന്നൊക്കെയാണ് ഉമ്മ പറയുന്നത് കേട്ടോ. അങ്ങനെ ഇതാ ഞങ്ങളിങ്ങനെ ഉരുട്ടി കുറേ നേരം ഇരുന്ന് കേട്ടോ ഇത് ശരിയാക്കാൻ. കാരണം ഇത് മിക്സിയിലിട്ട് അരച്ച് ഇത് ഉണ്ടാക്കുന്ന സമയത്ത് ഇത് കുറേ ഉണ്ടാവും കേട്ടോ. പിന്നെ ഉണങ്ങി വരുമ്പോൾ അത് ചെറുതായി ഇങ്ങനെ വരും കേട്ടോ. അപ്പോൾ കുറച്ചേ ഉണ്ടാവുള്ളൂ. അങ്ങനെ ഞങ്ങൾ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞിങ്ങനെ ചെയ്യാണ്. അപ്പോൾ ഇത് എന്താ പറയുക ഞങ്ങൾ പറയണത് ഇതിൽ അതേപോലെ തന്നെ കൊടുക്കണം വിചാരിച്ചു. പക്ഷെ അവിടെ TV തുറന്ന് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ നമുക്ക് കോപ്പിറൈറ്റ് വരും എന്നുള്ള പേടിയോണ്ട് ഞാനത് ഒഴിവാക്കിയതാണ്. അപ്പോൾ ഇതാ ഉമ്മ ഇങ്ങനെ പറയുകയാണ് കേട്ടോ, നമുക്കത് ചെയ്യാതെ ചെയ്യാം അവിടെ വെക്കാമെന്നൊക്കെ പറയണം. അപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞപ്പോൾ ഉമ്മക്ക് പറ്റില്ല, ഉമ്മ വാർപ്പിൻ്റെ മുകളിൽ തന്നെ കൊണ്ടുപോയിക്കണം പറഞ്ഞ്. അപ്പോൾ അങ്ങനെ എന്താ അങ്ങനെ ഏകദേശം ഇത് ചെയ്ത് ഉരുളകളാക്കി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് മൊത്തത്തിലുള്ള സാധനങ്ങൾ കേട്ടോ. അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ട ഈ വീഡിയോസ് ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നല്ല വീഡിയോ ആയിട്ട് ഞാൻ നാളെ വരും ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.